വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനു മുന്നേ ഈ വീക്കിലി അനാലിസിസിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്ന് ഇപ്പോൾ നിൽക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ഏരിയയിലാണ്. ഒരുപക്ഷെ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതെല്ലാം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഒരു ഹൈനെയും ലോയിനെയാണ്. ആദ്യം മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ഹൈനെയും അതുപോലെ തന്നെ ഈ ഒരു ലോയിനെയാണ്. പ്രത്യേകിച്ച് മാർക്കറ്റ് ഇതിന്റെ ഉള്ളിൽ 2 ദിവസമായിട്ട് ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിലേതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഹൈനെയും ലോയിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന് താഴെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ലോ വന്ന് എടുത്തിട്ടുണ്ട്, കുറച്ചെടുത്ത് പോയിട്ടുണ്ട്. ഒരുപക്ഷെ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇംബാലൻസിനെ കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ മാർക്ക് ചെയ്തിടുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഇതൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. പലതവണ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് 2-3 തവണ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. റീടെസ്റ്റിന് വേണ്ടിയിട്ട് വന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഓൾറെഡി ഈ ഒരു ഹൈനെ മാർക്ക് ചെയ്തിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊരു ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ള റെസിസ്റ്റൻസ് കൂടിയാണ് ഇൻ ഫ്യൂച്ചറിൽ. എന്തായാലും നമുക്ക് ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. അതിനു മുന്നേ ഇന്നത്തെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ന്യൂസുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്ന് കാര്യമായിട്ട് ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ്. ആകെ കാണിക്കുന്നത് ജപ്പാൻ ബാങ്ക് ഹോളിഡേ ആണ് കാണിക്കുന്നത്. ബാക്കിയുള്ള കാര്യമായിട്ടൊന്നും ന്യൂസുകളില്ല. എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ ന്യൂസ് വേണമെന്നൊന്നുമില്ല മാർക്കറ്റ് കൃത്യമായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചാർട്ടിലെ കീ ഏരിയാസ് ഒക്കെ മാർക്ക് ചെയ്ത് ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. നമുക്കിനി ചാർട്ടിലോട്ട് പോവാം. 1 അവർ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അവിടെ നിന്ന് പലതവണ മാർക്കറ്റ് നോക്കിയാൽ കാണാം താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോഴും അവിടെ നിന്ന് തന്നെയാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ ഈ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ലൈനുള്ള ലോയും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെയും സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഈ ഒരു ഏരിയയിലേക്ക് റീടെസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഈ ഒരു ഏരിയനെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഒരു സപ്പോർട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലായുള്ള ഒരു ഏരിയ ആണ്. ഇവിടേക്ക് റീടെസ്റ്റ് വന്നിട്ടുമില്ല മാർക്കറ്റ്. അപ്പോൾ ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്, ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അവിടെ നോക്കിയാൽ കാണാം ഒരു ഇംബാലൻസും കൂടി ഉണ്ട് ഒപ്പം. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഡേയിൽ മാർക്ക് ചെയ്തൊരു സപ്പോർട്ട് ഉണ്ട്. അതും നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം വന്നൊരു മാർക്കറ്റ് അവിടുന്ന് കയറി പോയിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഏരിയനെയും കൂടിയിട്ട് നമുക്ക് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യാം. കാരണം മാർക്കറ്റ് താഴോട്ടേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഏരിയനെ കൂടിയിട്ട് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നത്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാര്യമായിട്ട് മാർക്ക് ചെയ്യാനൊന്നുമില്ല. കാരണം ഇതൊരു ഹൈ ആണ്. ഹൈക്ക് ശേഷം താഴോട്ടേക്ക് ഇറങ്ങിയ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഒന്ന് നീട്ടി വരച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പലവട്ടം ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോഴും മാർക്കറ്റ് അവിടെ നിന്നാണ് ഇറങ്ങുന്നത്. എനിവേ ഇത്രയാണ് 1 അവറിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതിനു മുന്നേ നമുക്ക് ഈ ഒരു ലൈനിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ നമ്മൾ വരച്ചിരുന്ന ഒരു റെസിസ്റ്റൻസ്, മുകളിൽ വരച്ചിരുന്ന റെസിസ്റ്റൻസ് നോക്കിയാൽ കാണാം. അതിൻ്റെ ഉള്ളിൽ ഒരു റെസിസ്റ്റൻസ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ തവണയും മാർക്കറ്റ് ഇവിടേക്ക് വന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ മാർക്കറ്റ് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ഹൈ, ഇന്നത്തെ ഹൈ എന്ന് പറഞ്ഞ ഓപ്പണിംഗ് ഹൈയും അതുപോലെ പ്രീവിയസ് ഡേയുടെ ഒരു ഹൈയും കൂടി ഉണ്ട്. ആ ഒരു ഹൈയും വന്നിരിക്കുന്നത് നോക്കിയാൽ കാണാം ഒരു ഇംബാലൻസിൽ നിന്നാണ്. ആ ഒരു ഇംബാലൻസ് ഈ റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് ഉള്ളിലുള്ളതാണ്. എനിവേ അത് മാർക്ക് ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മൾക്ക് അവിടെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നില്ല. ഇനി 50 മിനിറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലോ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ്. ഈ ലോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഇംബാലൻസിലേക്ക് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് താഴോട്ടേക്ക് വീണു. താഴോട്ടേക്ക് വീഴുന്ന സമയത്ത്
ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത്. വരുന്ന സമയത്ത് ഒരു ഇമ്പൾസീവ് മൂവും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ, അതായത് ഒരു ഇംബാലൻസ് ഉള്ള ഏരിയ ആണ്. ആ ഒരു ഏരിയയെ വളരെ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇംബാലൻസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 2904ന്റെയും അതുപോലെ 2893യുടെയും ഇടയിലുള്ള ഒരു ഏരിയ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയത്. പിന്നെ ഇവിടെ ഒരു ഡേയുടെ ഇംബാലൻസ് ഉണ്ട്. ഡേയുടെ ഇംബാലൻസ് ഓൾറെഡി ഈ വന്ന് എടുത്തതാണ്. ഈ ഒരു ലോ വന്ന് എടുത്തതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്ന് എടുത്തതാണ്. എന്നാലും കുറച്ചുകൂടി ബാലൻസ് കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിലേക്ക് വീണ്ടും ഇറങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് എത്തിയേക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട ഏരിയാസ് 50 മിനിറ്റ്സിൽ ഇത്രയാണ്. ഇനിയിപ്പോൾ എൻട്രി സാധ്യതകൾ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. എൻട്രി സാധ്യതകൾ എന്ന് പറയുന്നത് മാർക്കറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് താഴോട്ടേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഇറങ്ങുന്ന ഒരു പക്ഷേ സപ്പോർട്ട് എടുക്കാൻ തന്നെയായിരിക്കും. അപ്പോൾ ആദ്യത്തെ മാർക്കറ്റിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലോ തന്നെയാണ്. ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് ഈ ഒരു ലോയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, കുറച്ചും കൂടി മുകളിലോട്ട് പോവാം. പക്ഷെ നമുക്ക് തൽക്കാലം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് മുകളിലോട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. ഈ റെഡ് മാർക്ക് ചെയ്ത ഏരിയ എന്ന് പറയുന്ന ഒരു ഡേ ലോയും കൂടിയാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഡേ ലോനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു ഇംബാലൻസിലേക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേ ലോ പ്ലസ് ഇംബാലൻസും കൂടി ആവുമ്പോൾ ഒരു വലിയ ഒരു മൂവ്മെന്റ് മുകളിലോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ കിട്ടുകയാണെങ്കിലും എവിടം വരെ എത്താം എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പൊ ആദ്യം മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ തരുകയാണെങ്കിൽ നല്ല സ്ട്രോങ് കൺഫർമേഷൻ തന്നെ വേണം. കാരണം അല്ലാത്ത പക്ഷം മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയ ഒക്കെ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആവും. പ്രത്യേകിച്ച് ഈ റെഡ് മാർക്കിൽ ചെയ്ത ഏരിയ ഒക്കെ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആവും. അല്ലെങ്കിൽ കുറച്ചുകൂടി മുകളിലോട്ട് പോയ ഒരു ഇംബാലൻസിൽ നിന്നൊക്കെ വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ പാറ്റേൺ, അതായത് അപ്പ് ട്രെൻഡിലേക്കുള്ള റിവേഴ്സൽ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത ഉണ്ട്. ആ ഒരു എൻട്രി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ടാർഗറ്റ് നമുക്ക് ഇവിടേക്ക് വെക്കാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്ക് വെക്കാം. തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടേക്ക് വെക്കാം. ഈ ഇംബാലൻസ് വരെയൊക്കെ വെക്കാവുന്നതാണ്. പക്ഷേ എന്തായാലും കൺഫർമേഷൻ വേണം. നേരത്തെ പറഞ്ഞ റിവേഴ്സൽ പാറ്റേൺ സ്ട്രോങ് ആയിട്ട് തന്നെ വേണം. അല്ലാത്ത പക്ഷം എടുക്കാതിരിക്കുക. ഇതൊന്നാമത്തെ എൻട്രി. ഇപ്പൊ സെല്ല് പറയാത്ത എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പിച്ചാണ് പ്രധാനപ്പെട്ട ഏരിയാസ് കിടക്കുന്നത്. അപ്പൊ ഏത് ഏരിയയിൽ നിന്നും, ഒരുപക്ഷെ ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് പോലും ഈ ഒരു പാറ്റേൺ കിട്ടുകയാണെങ്കിൽ മുകളിലേക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ ആ ഒരു പാറ്റേൺ കൃത്യമായി തന്നെ കിട്ടണം. ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇത് സപ്പോർട്ട് ഏരിയ, നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഏരിയയിൽ നിന്നും ഇങ്ങനെ ഒരു പാറ്റേൺ തന്നെ കിട്ടണം. എവിടുന്നായാലും ഇങ്ങനൊരു പാറ്റേൺ തന്നെ കിട്ടണം. ഇവിടെ നിന്ന് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുപ്പിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഇനിയിപ്പോൾ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലോടുകൂടി ബ്രേക്ക് ചെയ്തിട്ട് ഒരു ചെറിയ റീടെസ്റ്റ് വരികയാണെങ്കിൽ, എക്സ്പെഷ്യലി ഈ ഒരു ഏരിയയിലേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ അപ്പോഴും ഒരു നല്ല കൺഫർമേഷൻ തന്നെ വേണം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയറി പോകുന്നത് ഒരു ഇംബാലൻസിൽ നിന്നോ ആയിരിക്കാം. നല്ലൊരു കൺഫർമേഷൻ വേണം. കൺഫർമേഷൻ ഇല്ലാതെ എടുക്കരുത്. ഇംബാലൻസ് മാത്രമല്ല, പറഞ്ഞ പോലെ തന്നെ ഒരു ഡേയുടെ ലോയും കൂടിയാണ്. അപ്പോൾ അങ്ങനെ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഇവിടെ നിന്ന് വെക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു ഇംബാലൻസിന്റെ അറ്റത്തിലേക്ക്, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ വളരെ കുറച്ചു കാലമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2904ലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. അവിടെ നിന്നും വലിയൊരു ക്യാൻഡിൽ വീഴുകയാണെങ്കിൽ, വലിയൊരു ക്യാൻഡിലോട് കൂടി വീഴുക മാത്രം പോരാ, ഈ ഒരു ഏരിയന്റെ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ടാർഗറ്റിലേക്ക് എത്താം. അതായത് 2882ലേക്ക് എത്താം. അപ്പൊ ഇത്രയും ഒരു സാധ്യത ഇന്ന് കാണുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം, അടുപ്പിച്ചാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത്. അപ്പൊ ഇവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് റിവേഴ്സൽ വരാം. ആ റിവേഴ്സൽ പാറ്റേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ബൈ എടുക്കണമെങ്കിൽ, അല്ല സെല്ലിംഗ് എടുക്കണമെങ്കിൽ വലിയ ഇമ്പൾസീവ് ആയിട്ട് മൂവ്മെന്റ് അല്ലെങ്കിൽ നല്ല കണ്ടിന്യൂഷൻ പാറ്റേൺ അങ്ങനെ എന്തെങ്കിലും നോക്കി വെക്കുക. ഇനി മറ്റൊരു ചാൻസ് എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നതിൽ നിന്നൊരു ബൈ ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് വലിയൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് ഈ ഇംബാലൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ശ്രദ്ധിക്കേണ്ട കാര്യം മുകളിൽ ക്ലോസ് ചെയ്യണം. മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ബൈ ടാർഗറ്റ് എന്ന് പറഞ്ഞത് ഇവിടെയാണ്. അതും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഇപ്പൊ നോക്കുക, ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. അതും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഓൾ ടൈം ഹൈയും ബ്രേക്ക് ചെയ്തിട്ട് ഒരുപക്ഷെ നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ട് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്.
അത് ഇവിടുന്നായാലും നേരത്തെ പറഞ്ഞ ഏരിയയിലായാലും അങ്ങനെ തന്നെയാണ്. ഈ ഒരു ഇംബാലൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എക്സ്പെഷ്യലി നമുക്ക് കുറച്ചും കൂടി റണ്ണ് കിട്ടാം, ഇവിടം വരെയൊക്കെ കിട്ടാം. അതിനെയും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ഓൾ ടൈം ഹൈനെയും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത, അത് എവിടുന്നാണെങ്കിലും ആ ഒരു ചാൻസ് ഉണ്ട്. അത് നോക്കണം. പ്രത്യേകിച്ചും ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിൽ ക്ലോഷറൊക്കെ മുകളിൽ തന്നാൽ നമുക്കൊരു ചെറിയൊരു റിവേഴ്സൽ വരുന്ന സമയത്ത് നമുക്കൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ് ഈ റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിൽ നിന്നും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് പറയുന്നത്. 3-4 എൻട്രീസ് പറഞ്ഞിട്ടുണ്ട്. എൻട്രീസ് എന്ന് പറയുന്നത് ആ ഏരിയയിൽ എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക, അല്ലാതെ ഒരിക്കലും ബ്ലൈൻഡ് എൻട്രി എടുക്കാതിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.